എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 13 ശ്ലോകം 58, 59, 60, 61, 62, 63, 64 7 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഭഗവാന്റെ അത്ഭുത രൂപങ്ങൾ എവിടെ നോക്കിയാലും ആ ചതുർഭുജനായിരിക്കുന്ന ശംഖചക്ര ഗദാപത്മാദികളോടുകൂടി നിൽക്കുന്ന ഭഗവാന്മാരെ അങ്ങോട്ട് കണ്ടില്ലേ. ബ്രഹ്മാവ് അത്ഭുത സ്തബ്ധനായി എന്ന് മാത്രല്ല, മരപ്പാവ കണക്ക നിന്നു എന്ന് പറഞ്ഞു. പിന്നതാ ബോധം കെട്ട് ഭഗവാൻ ബ്രഹ്മാവിന്റെ വാഹനമായിട്ടുള്ള ആ സ്വർണ്ണ ഹംസത്തിലേക്ക്, ആ ഹംസത്തിലേക്ക് അങ്ങോട്ട് വീഴുകയാണ് ചെയ്യുന്നത്. അതില് ബോധം കെട്ട് വീണു കിടക്കുക ബ്രഹ്മാവ്. അത് കണ്ടപ്പോ ഭഗവാൻ ഒന്ന് വേഗം മായയൊക്കെ പിൻവലിച്ചു. അപ്പതാ ഉണരുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 58. തതോർവാക് പ്രതിലബ്ധാക്ഷ കഃ പരേ തവ ദുഃഖിത കൃച്ഛ്രാദുന്മീല്യ വൈ ദൃഷ്ടി ആജഷ്ടേദം സഹാത്മന. ഭഗവാൻ മായയെ മറിച്ചപ്പോ അതുവരെ ആ ഹംസത്തുമില് ബോധം കെട്ട് കിടന്നിരുന്ന ആ ബ്രഹ്മാവിന്റെ ഓരോരോ ഇന്ദ്രിയങ്ങൾക്ക് ആ ക്രമേണ ഇങ്ങനെ ബോധം വന്നു തുടങ്ങി, വികാസം സിദ്ധിച്ചു. മരിച്ച പോലെ കിടന്നിരുന്ന ഒരാള് അമൃതധാര കൊണ്ടോ മറ്റോ അങ്ങനെ എണീറ്റ് വരില്ല, അതുപോലെ തെളിഞ്ഞങ്ങട് ഉറക്കം തെളിഞ്ഞങ്ങട് ഉണർന്നതുപോലെ മെല്ലെ എഴുന്നേറ്റ് കണ്ണു മിഴിച്ചുകൊണ്ട് നോക്കിയപ്പോഴോ ഞാനെന്നും എന്റേതെന്നും ഉള്ള ആ വിചാരത്തിന് ആസ്പദമായിരിക്കുന്ന ആ ദേഹത്തിന്റെയും ഈ ലോകത്തിന്റെയും സ്മൃതി അപ്പോഴാണ് ഉണ്ടായത്. അപ്പോഴാണ് ഞാനെന്നുള്ള ഒരാളുണ്ടെന്നുള്ളത്. അതേവരെ ഒരു ബോധമില്ലാതെ, ഒരു അവയവങ്ങൾക്കും ഉണർവില്ലാതെ അങ്ങനെ കിടക്കുമായിരുന്നു. ഭഗവാൻ ഒന്നങ്ങോട്ട് നോക്കി, ഒരു അമൃത കടാക്ഷം, അതോടുകൂടി ബ്രഹ്മാവിന്റെ അവയവങ്ങൾക്കൊക്കെ ഉണർന്നു. ആ തേജസ് അങ്ങോട്ട് വന്നു. സപദ്യേവാഭിത പശ്യൻ ദിശോ പശ്യൽ പുരസ്ഥിതം വൃന്ദാവനം ജനാജീവ്യദ്രുമാകീർണം സമാപ്രിയം. ആ ബോധം ഉണ്ടായ ഉടനെ ബ്രഹ്മാവ് 4 ഭാഗത്തേക്ക് അങ്ങോട്ട് നോക്കി, 8 കണ്ണുകൾ കൊണ്ട്. അപ്പോൾ എന്താ, ആ കായികനികൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതും അനേക വൃക്ഷങ്ങൾ ഇങ്ങനെ നിറഞ്ഞതും മഹാലക്ഷ്മിയുടെ ഭർത്താവായ വിഷ്ണു ഭഗവാനോട് കൂടിയതുമായ ആ വൃന്ദാവനത്തെ, അതിസുന്ദരം പ്രകൃതി രമണീയമായിട്ടുള്ള ആ വൃന്ദാവനത്തെ അങ്ങനെ കണ്ടു ബ്രഹ്മാവ്. അതാണ് മഹാലക്ഷ്മിയുടെ ഭർത്താവായ വിഷ്ണു ഭഗവാനോട് കൂടിയ വൃന്ദാവനത്തെ. അതാണ്. അപ്പൊ എന്തായി, അത് മഹാലക്ഷ്മി നല്ലോണം അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന് അവിടെ. എന്തൊക്കെയാ അല്ലെ, ഏറ്റവും പ്രിയങ്ങളായിട്ടുള്ള എല്ലാ സമ്പൽ സമൃദ്ധിയാണ് വൃന്ദാവനത്തില്. ഭഗവാൻ അവിടെ വന്നപ്പോ, ഭഗവാൻ വന്നപ്പോ മഹാലക്ഷ്മി കൂടെ ഉണ്ട് അല്ലെ. ലക്ഷ്മി അങ്ങനെ അവിടെ വിളയാടിക്കൊണ്ടിരിക്കുക വൃന്ദാവനത്തിൽ. അങ്ങനെയുള്ള വൃന്ദാവനത്തെ യത്ര നൈസർഗദുർവൈരാ സഖാസൻ നൃമൃഗാദയ മിത്രാണി വാജിതാ വാസദ്രുതരുത്തർഷകാധികം. യാതൊരു കാരണവും കൂടാതെ വൈരത്തോടു കൂടിയ മനുഷ്യരും, എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ വൈരത്തിന് അല്ലെ. കീരിയും പാമ്പും പശുക്കളും പുലിയും ഇങ്ങനെ സ്വാഭാവികമായിട്ട് തന്നെ അന്യോന്യ വൈരികളായിട്ടുള്ള ജീവികളുണ്ട്, മൃഗങ്ങള്. പക്ഷെ ഈ വൃന്ദാവനത്തിൽ അതൊന്നുമില്ല. അവരെല്ലാവരും ഭഗവാൻ കൃഷ്ണനല്ലേ അവിടെ കളിച്ചുകൊണ്ട് നടക്കണത്. വൃന്ദാവനത്തില് ഒരു ജീവികൾക്കും അന്യോന്യം വൈരമില്ല. സകല പ്രാണികളും അവരുടെ വൈരം തീരെ മറന്ന് പരമസുഹൃത്തുക്കളെ പോലെ ആണ് ഈ വൃന്ദാവനത്തിൽ കഴിയണത്. അത് എന്തുകൊണ്ടാ കാരണം, ആരാലും ജയിക്കപ്പെടാത്ത ഭഗവാൻ ശ്രീകൃഷ്ണൻ വസിക്കണത് കൊണ്ട്. അപ്പൊ അവിടെ താമസിക്കുന്ന ജീവികൾക്കൊന്നും, ഒരു ജീവികൾക്കും ക്രോധം, ലോഭം മുതലായ ഇതുകളൊന്നുമില്ല, ദുർവിചാരങ്ങളൊന്നും ആർക്കുമില്ല. എല്ലാവർക്കും പരസ്പരം സ്നേഹം. എത്ര നന്നായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ അല്ലെ. എല്ലാവരും പരസ്പരം സ്നേഹം മാത്രം. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വൈരമൊന്നുമില്ല. എല്ലാവരും സ്നേഹം 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 മാത്രം. അങ്ങനെയുള്ള അന്യാദൃശമാഹാത്മ്യത്തോടു കൂടിയ അത്യന്തം രമണീയമായ വൃന്ദാവനത്തെ ബ്രഹ്മാവ് കണ്ടു എന്നാണ് പറയുന്നത്. തത്രോദ്വഹൽ പശുപവംശ ശിശുത്വനാട്യം ബ്രഹ്മാദ്വയം പരം അനന്തമഗാധബോധം
വത്സാൻ സഖീനിവ പുരാ പരിതോ വിജിന്വത് ഏകം സപാണികബളം പരമേഷ്ട്യജഷ്ട. ആ വൃന്ദാവനത്തില് ബ്രഹ്മാവ് പരമമായ ആശ്ചര്യ ഹേതുവായും ബ്രഹ്മാവ് മുതലായ പരമജ്ഞാനികൾ തുടങ്ങി ആ വൃന്ദാവനത്തിലെ ബ്രഹ്മാവ് പരമാശ്ചര്യമായിട്ടുള്ള ആ ലീലാവിശേഷം കണ്ടു. എങ്ങനെയുള്ള ലീല? ബ്രഹ്മാവും തുടങ്ങിയിട്ടുള്ള പരമജ്ഞാനികൾ തുടങ്ങി മഹാമൂഢന്മാര് വരെയുള്ള സകല പ്രാണികളുടെയും മനസ്സിനെ ഒരുപോലെ അപഹരിക്കുന്നതുമായ ലീലാവിശേഷം. അതാണ് ബ്രഹ്മാവ് അവിടെ കണ്ടത്. എന്താ അതാ ലീല എന്ന് വെച്ചാൽ, ബ്രഹ്മാവ് ഭഗവാനെ മറച്ച സമയത്ത് ഇടത്തെ കയ്യിൽ ചോറുരുള പിടിച്ചിട്ടാണ് ഇരുന്നിരുന്നത്. പെട്ടെന്നാണ് പശുക്കള് ദൂരെ പോയി എന്ന് പറഞ്ഞപ്പോ ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ആ ചോറുരുളയും പിടിച്ചിട്ടാണ് ഭഗവാൻ എണീറ്റ് പോയത്. അതുപോലെ തന്നെ ഇതെല്ലാം ബ്രഹ്മാവ് എണീറ്റപ്പോ എന്താ കാണുന്നത്? ബോധം വന്ന് ഉണർന്നു നോക്കുമ്പോ ആ ബ്രഹ്മാവ് പശുക്കളെ മറച്ച അവസരത്തിൽ എങ്ങനെയായിരുന്നു? ആ ചോറുരുളയും പിടിച്ച് പശുക്കുട്ടികളെയും സഖികളെയും നാലു ഭാഗത്തും തിരിഞ്ഞുകൊണ്ട് നടന്ന ഭഗവാനായ ആ ശ്രീകൃഷ്ണനെ അതേ വിധത്തില് ഇപ്പൊ ഇങ്ങനെ കാണുക. ചോറുരുളയും പിടിച്ചിട്ട് അയ്യോ എവിടെയാണാവോ എന്റെ പശുക്കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആ ഒരു ശോകഭാവത്തോടു കൂടി നിൽക്കുന്ന ആ കൃഷ്ണനെ അതാണ് കണ്ടു. എന്താ ഇപ്പൊ ഇതിൽ ആശ്ചര്യം എന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് എന്തൊക്കെ അത്ഭുതങ്ങളാ കാണിച്ചതല്ലേ ഭഗവാൻ? അപ്രാകൃതമായ ഐശ്വര്യാതിശയത്താൽ ചരാചരാത്മകമായിരിക്കുന്ന സകല ജഗത്തും താനായി തന്നെ കാണിച്ചു കൊടുത്തു ബ്രഹ്മാവിന്. തന്നിൽ നിന്ന് ഭിന്നായിട്ട് ഒന്നുമില്ല എന്ന് കാണിച്ചു കൊടുത്തു. ഇപ്പോഴോ ആ പശുക്കുട്ടികളെയും സഖികളെയും തിരയണു. എനിക്ക് ഏകനായിരിക്കുന്ന തനിക്ക് തന്നിൽ നിന്ന് ഭിന്നനായിട്ട് സ്നേഹിക്കാൻ ആരുമില്ല, എനിക്ക് വേറെ ആരുമില്ല. എങ്കിലും സ്നേഹിതർ എന്നുള്ള ബുദ്ധി ആ ഗോപകുമാരന്മാരെ കുറിച്ച് കാണിക്കണം. എന്റെ ഗോപകുമാരന്മാര്, എന്റെ പശുക്കുട്ടികള്, അവരെ കാണാനില്ലാതെ ഞാൻ തെരഞ്ഞു നടക്കുകയാണ് എന്നുള്ള മട്ട്. സർവജഗത്തിന്റെയും കാരണഭൂതനായിരിക്കുന്ന ആ പരബ്രഹ്മ സ്വരൂപനാണ് എങ്കിലും വ്രജനാഥനായിരിക്കുന്ന നന്ദഗോപരുടെ പുത്രൻ ആണ് ഞാൻ എന്നുള്ള ഒരു നാട്യം. ഇപ്പൊ എവിടെ എന്റെ പശുക്കുട്ടികളാവോ? അഗാധ ബോധസ്വരൂപനാണ് എങ്കിലും അറിയാത്തവരെ പോലെ അങ്ങും ഇങ്ങും ഇങ്ങനെ തിരയുക. മായയിൽ നിന്നും ദൂരെ ഇരിക്കുന്ന ഏകമായ ബ്രഹ്മമാണെങ്കിലും കയ്യില് ആ ചോറുരുളയും പിടിച്ചോണ്ട് അങ്ങനെ സഞ്ചരിക്കണത് കണ്ടാൽ ആർക്ക് തന്നെ ആശ്ചര്യം ഉണ്ടാവില്ലേ? എന്തൊരു അത്ഭുതാല്ലേ! അയ്യോ എന്റെ പശുക്കുട്ടികൾ, എന്റെ ഗോപകുമാരന്മാരും എവിടെയാണാവോ പിടിച്ചിട്ട് ഇങ്ങനെ തിരയുന്ന ആ രൂപമാണ് ബ്രഹ്മാവ് കണ്ടത്. ആശ്ചര്യം. ദൃഷ്ട്വാ ത്വരേണ നിജധോരണതോപതീര്യ പൃഥ്വ്യാം വപു കനകദണ്ഡമിവാഭിവാദ്യ സ്പൃഷ്ട്വാ ചതുർമുകുടകോടിഭിരംഘ്രിയുഗ്മം നത്വാ മുദാശ്രുസുജലേ അകൃതാഭിഷേകം. അങ്ങനെ അസപാണികവളനായിട്ട് ആ പാണിയില് ഒരു ചോറുരുളയും പിടിച്ചിട്ട് ആ പശുക്കുട്ടികളെ തിരയുന്നത് അങ്ങനെ ആ കണ്ണനായിട്ട് ഇങ്ങനെ കാണുകയാണ്. ഉടനെ ബ്രഹ്മാവ് തന്റെ വാഹനമായ ഹംസത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആ കനകദണ്ഡം എന്ന പോലെ അങ്ങോട്ട് വീണു ഭഗവാന്റെ മുമ്പിൽ. ഒരു സ്വർണം കൊണ്ടുള്ള വടി എങ്ങനെയാ വീഴുക, അതുപോലെ അങ്ങോട്ട് ദണ്ഡ നമസ്കാരം ചെയ്തു ഭഗവാന്റെ കാൽക്കല്. ദേവൻ എന്നുള്ള അഭിമാനം തീരെ ഉപേക്ഷിച്ച് സാധാരണ മനുഷ്യരെ പോലെ ദണ്ഡ നമസ്കാരം അങ്ങോട്ട് ചെയ്യാണ്. ദേവന്മാര് ഭൂമിയെ സ്പർശിക്കുക പതിവില്ല. പക്ഷെ ബ്രഹ്മാവ് ആ സമയത്ത് ആ ഭഗവാനെ കുറിച്ചുള്ള പരമഭക്തി നിമിത്തം അഹങ്കാരം തീരെ നശിച്ച് സ്പഷ്ടമായിട്ട് അത് അങ്ങോട്ട് കാണിച്ചു. നമുക്ക് മനസ്സിലാക്കി തോന്നും. അഹങ്കാരാണ് തീരെ നശിച്ചപ്പോ ഭഗവാന്റെ കാൽക്കൽ അങ്ങോട്ട് വീണു. 4 ശിരസ്സുകളിൽ അണിഞ്ഞിരിക്കുന്ന കിരീടങ്ങൾ കൊണ്ട് ഭഗവാന്റെ ആ പാദയുഗളത്തെ അങ്ങോട്ട് സ്പർശിച്ചു. അത്യാനന്ദ നിമിത്തം നേത്രങ്ങളിൽ നിന്നൊഴുകിയ ആ സ്വച്ഛ ജലങ്ങൾ കൊണ്ട് ഭഗവാന്റെ ആ പാദയുഗളത്തിൽ അഭിഷേകം ചെയ്തു. അപ്പൊ മഹാന്മാരെ കാണുമ്പോ മഹത് ദർശനം സിദ്ധിച്ചുല്ലോ ഭഗവാന്റെ. അപ്പൊ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പാദക്ഷാളനാദി ആ ഉചിത കർമ്മങ്ങളൊക്കെ എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഭഗവാന്റെ ഒരു മഹൽ വ്യക്തി കാണുമ്പോ അതെല്ലാം വേണ്ട വിധത്തില് ബ്രഹ്മാവ് ചെയ്തു എന്ന് അർത്ഥം. ഉത്ഥായ കൃഷ്ണസ്യ ചിരസ്യ പാദയോ പതൻ ആസ്തേ മഹിത്വം പ്രാഗ് ദൃഷ്ടം കൃത്വാ സ്മൃത്വാ
പുനഃ ആദിപുരുഷൻ തന്നെയായ ശ്രീകൃഷ്ണൻ ഇതിനു മുമ്പ് പ്രകാശിപ്പിച്ച സർവാത്മകൻ എന്ന മഹിമയെ താൻ പ്രത്യക്ഷമായി കണ്ടത് ആലോചിച്ച് അടക്കാൻ കഴിയാത്ത ബഹുമാന ഭക്തി നിറഞ്ഞതുകൊണ്ട് ശ്രീകൃഷ്ണ പാദകമലങ്ങളിൽ വീണ്ടും വീണ്ടും നമസ്കരിച്ചു കൊണ്ട് നിന്നു. അതെല്ലാം കണ്ടില്ലേ ബ്രഹ്മാവ്? അത്ഭുതം. അതൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോ ബഹുമാനവും ഭക്തിയൊക്കെ അങ്ങോട്ട് കൂടി കൂടി വന്നിട്ട് പിന്നെയും അങ്ങോട്ട് നമസ്കരിക്കുകയാണ്. കണ്ണിൽ നിന്ന് ഇങ്ങനെ അശ്രു ബിന്ദുക്കൾ ഇങ്ങനെ ഭഗവാന്റെ കാൽക്കല് പാദങ്ങളെ നനച്ചുകൊണ്ടിരിക്കുന്നു. ശനൈരഥോത്ഥായ വിമൃജ്യലോചനെ മുകുന്ദമുദ്ദീക്ഷ്യ വിനമ്രകന്ധര കൃതാഞ്ജലി പ്രശ്രയവാൻ സമാഹിത സവേവധു ഗൽഗദയേന തേണയാ. പിന്നെതാ പതുക്കെ എഴുന്നേറ്റ് നമസ്കാരങ്ങൾ മതിയാക്കുവാൻ മനസ്സ് വരുന്നില്ല. പിന്നെയും നമസ്കരിക്കണം എന്ന് തോന്നുക. മനസ്സോടെ ഒരുവിധം എഴുന്നേറ്റ് അങ്ങനെ കൈകൂപ്പി ഇങ്ങനെ നിൽക്കുകയാണ്. അനന്ത അപരാധങ്ങളെയും പുറത്ത് മോക്ഷ സാമ്രാജ്യത്തെ ഭക്തന്മാർക്കായിട്ട് കൊടുക്കുന്ന ആ പരമദയാലുവായ ഭഗവാന്റെ മുഖത്ത് നോക്കി കണ്ണിൽ നിറഞ്ഞിരിക്കുന്ന അശ്രുക്കൾ ഇങ്ങനെ തുടച്ചുകൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് നോക്കി. സംസാരിക്കാൻ പറ്റണില്ല ബ്രഹ്മാവിന്. 4 മുഖങ്ങളിലും കൂടി 8 കണ്ണുകളുണ്ടെങ്കിലും 2 കണ്ണുകളെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭഗവാന്റെ നേർക്കുള്ള ആ 2 കണ്ണുകളെ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അശ്രു ബിന്ദുക്കൾ ഇങ്ങനെ ഒഴുകുണ്ട്. അതിങ്ങനെ തുടയ്ക്ക്. ഒന്നും മിണ്ടണില്ല. ഭഗവാന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരിക്കുക. താൻ ചെയ്ത അപരാധത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോ ഉണ്ടായ ആ ലജ്ജ നിമിത്തം ഭഗവാന്റെ മുഖത്ത് ഇങ്ങനെ നേരെ നോക്കാനും ശക്തിയില്ല ബ്രഹ്മാവിന്. മുഖം ഇങ്ങനെ താത്തി നിൽക്കുകയാണ്. കൈകളെ ശിരസിൽ ചേർത്ത് അഞ്ജലി ബന്ധം ചെയ്ത് ആ കൂപ്പുകൈകളോടെ മനസ്സിനെ പ്രയാസപ്പെട്ട് സമാധാനിപ്പിച്ച് മനസ്സിനെ ഭഗവാനിൽ തന്നെ അങ്ങോട്ട് ഉറപ്പിച്ചിട്ട് വളരെ വിനയത്തോടുകൂടി പുറപ്പെടുന്ന വാക്കുകൾ കൊണ്ട്, ഗൽഗതം നിറഞ്ഞ ആ വാക്കുകൾ കൊണ്ട് ഭഗവാനെ ഇങ്ങനെ സ്തുതിക്കുകയാണ്. പിന്നെ ബ്രഹ്മാവിന്റെ സ്തുതി, അതിഗഹനമായ അതിമനോഹരമായ സ്തുതി അടുത്ത അധ്യായത്തിലാണ്. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ബ്രഹ്മമോഹ നിരൂപണം നാമ ത്രയോദശോധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഈ 13ാമത്തെ അധ്യായം അത്ഭുത രൂപനായിട്ടുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീപാദങ്ങളില് സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.